അമേരിക്കയും തമ്മിലുള്ള നിർണായക ആണവ ചർച്ച നാളെ. ഒമാൻ തലസ്ഥാനമായ മസ്കത്തിലാണ് ചർച്ച. ചർച്ചയ്ക്ക് മുന്നോടിയായി US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജെറാഡ് കുഷ്നർ എന്നിവർ വൈകിട്ട് ഖത്തറിലെത്തി. ചർച്ചയ്ക്ക് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നിവ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പുറത്തുവന്നു. 3 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണം എന്നതാണ് പ്രധാന നിർദ്ദേശം. അതേസമയം ഇറാനുമേൽ സമ്മർദ്ദം ഉയർത്തുന്നതിന്റെ ഭാഗമായി മേഖലയിൽ യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക തുടരുകയാണ്. എണ്ണക്കള്ളക്കടത്തിൽ ഏർപ്പെട്ട 2 ബോട്ടുകൾ പിടിച്ചെടുത്തതായി ഇറാൻ നാവികസേന അറിയിച്ചു. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേർന്നു. നാസർ, നാളെയാണ് നിർണായകമായ ചർച്ച നടക്കാനിരിക്കുന്നത്. അതിനിടെ വീണ്ടും അമേരിക്ക യുദ്ധസന്നാഹങ്ങളുമായി മുന്നോട്ടെത്തുകയാണ്. ഇതാദ്യമായല്ല അമേരിക്ക ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത്. പക്ഷേ നാളെ ചർച്ച നടക്കാനിരിക്കെ അമേരിക്കയുടെ ഒരു തന്ത്രമാണോ ഇത്? അങ്ങനെ വിലയിരുത്തിക്കൂടെ? അനീഷ, തീർച്ചയായിട്ടും ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക, ആ സമ്മർദ്ദത്തിലൂടെ ഇറാനെ ഒരു ആണവ കരാറിന് പ്രേരിപ്പിക്കുക, ഇതായിരിക്കണം അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്തായാലും പല അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് നേരത്തെ ഇസ്തംബൂളിൽ തീരുമാനിച്ച ചർച്ച ഒടുവിൽ ഇറാന്റെ താല്പര്യത്തിനു കൂടി വഴങ്ങിക്കൊണ്ട് ഒടുവിൽ മസ്കത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നാളെ കാലത്ത് പ്രാദേശിക സമയം 10 മണിക്കായിരിക്കും മസ്കത്തിൽ ചർച്ച ആരംഭിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ജെറാഡ് കുഷ്നർ എന്നിവരായിരിക്കും അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ച നയിക്കുക. വിദേശകാര്യമന്ത്രി ഇറാന്റെ അബ്ബാസ് അറാക്ചി ആയിരിക്കും പ്രധാനമായിട്ടും ഇറാന് വേണ്ടിയിട്ട് ചർച്ചയിൽ മുന്നോട്ട് പോവുക. അല്പം മുമ്പ് ഇറാനിയൻ TV നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ആണവ വിഷയത്തിൽ മാത്രം പരിമിതമായിരിക്കും ഈ ചർച്ച. മറ്റു ഒരു വിഷയവും ഈ ചർച്ചയുടെ ഭാഗമായിരിക്കില്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഏറെക്കുറെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നിർബന്ധം മൂലം അത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ആണവ വിഷയത്തിൽ മാത്രം ചർച്ച മുന്നോട്ട് പോവുക. തുടർന്ന് അനുകൂലമാണ് എങ്കിൽ, ഇറാന് കൂടി താല്പര്യമുണ്ടെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, അതോടൊപ്പം തന്നെ മേഖലയിലെ പ്രോക്സികൾക്ക് സൈനിക സഹായം നൽകുന്ന ഇറാന്റെ നടപടികൾ, ഈ സമീപകാലത്ത് നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടവർക്കെതിരായ ശിക്ഷാ നടപടികൾ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് 3 മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നിവ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 2 കൂട്ടർക്കുമിടയിൽ ചെറിയ തോതിലൊരു മഞ്ഞുരുക്കം ഉണ്ടായത് തന്നെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് സിഗ്നലായിട്ടാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധസന്നാഹങ്ങളൊക്കെ തുടരുന്നുണ്ടെങ്കിൽ പോലും 2 കൂട്ടർക്കും ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സമയബന്ധിതമായിട്ടാണെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ. ഇത് രാത്രി ഇപ്പോൾ ഖത്തർ നേതാക്കളുമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കുഷ്നറും ചർച്ച നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ രാത്രിയിൽ കാണുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈനിക മുന്നൊരുക്കങ്ങളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനം എന്നത് 3 വർഷത്തേക്ക് ഈ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ ഇറാൻ നിർത്തിവെക്കണം. ഇപ്പോൾ ഇതിനകം സമ്പുഷ്ടീകരണം പൂർത്തീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തിന് തൽക്കാലം അവരുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റ് പ്രോക്സികളെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇറാൻ പിൻവലിയണം എന്നതുൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ആണവ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് മാത്രമാണ് ചർച്ച എന്നതുകൊണ്ട് 2018 അമേരിക്ക ഏകപക്ഷീയമായിട്ടാണ് ഒരു ആണവ കരാറിൽ നിന്ന് പിൻവാങ്ങിയത്. ആ കരാറിലേക്ക് അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ തന്നെ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മാറ്റമായിരിക്കും. ഈ മേഖലയുടെ സുരക്ഷയ്ക്കും മേഖലയുടെ സമാധാനത്തിനും അത് വലിയ പങ്കുവഹിക്കുമെന്നൊരു വിലയിരുത്തലാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ, പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അനീഷ.